ഇന്നും എങ്ങോട്ടും പോകുന്നില്ലേ ജോൺ? കുറച്ചു ദിവസമായിട്ട് എങ്ങോട്ടും പോവാതെ ഇവിടെ തന്നെ ഇരിക്കുകയാണല്ലോ. ഇവിടെ ഇരുന്നാ എങ്ങനെയാ ശരിയാവുക? പുറത്തു പോയി അന്വേഷിച്ചാലല്ലേ ജോലി കിട്ടൂ. ഞാൻ പുറത്തു പോകാൻ എന്താണ് അത്ര തിടുക്കം? നിന്നെ കാണാൻ ആർക്കെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? അതെന്താ അങ്ങനെ പറഞ്ഞേ? ഞാൻ അതിന് എന്ത് ചെയ്തെന്നാ ഈ പറഞ്ഞോണ്ട് വരുന്നേ? ഞാൻ അത്രയ്ക്ക് മണ്ടനൊന്നുമല്ല. പിന്നെ ഞാൻ എന്താ പറയണ്ടേ? എപ്പ നോക്കിയാലും ഒരു 23 23 23. യു ആർ മാഡ്. നീ അതറിയുന്നില്ലെന്നേ ഉള്ളൂ. നീ കാണിക്കുന്ന വൃത്തികേട് മറയ്ക്കാൻ എന്നെ ഭ്രാന്തനാക്കുന്നു. ഈ അക്കങ്ങൾ നിന്റെ അച്ഛനെ ഒരു വട്ടനാക്കി. ദാ ഇപ്പൊ നിന്നെ പോലൊരു സൈക്കോടെ കൂടെ ജീവിക്കുന്നതിലും എത്ര ബെറ്റർ അയാള്. നിനക്കെന്നെ കൊല്ലണോ? അതിനുള്ള ധൈര്യമൊന്നും നിന്നെ പോലെ ഒന്നിനും കൊള്ളാത്തവനുണ്ടാവില്ല. Kill me. Kill me. ഇന്ന് ജനുവരി 23. ലൂസിയ ലോകത്തിന്റെ മുന്നിൽ നിന്നും അപ്രത്യക്ഷമായിട്ട് ഇന്നേക്ക് 7-ാം നാൾ. ഇനി എത്ര കാലം കഴിഞ്ഞാലും അവളുടെ ജീവനറ്റ ജഡം ആർക്കും കണ്ടെത്താൻ കഴിയില്ല. കാരണം ഏറ്റവും സുരക്ഷിതമായ ഇടത്താണ് അവളിപ്പോൾ ഉറങ്ങുന്നത്. ആ രഹസ്യം എൻ്റെ മരണത്തോടുകൂടി എന്നേക്കുമായി ഇല്ലാതാകും. ഇത്ര അത്യാവശ്യമായിട്ട് ഇന്നലെ രാത്രി എവിടെ പോയതാ? പറയാതെ പോകുമ്പോ അറ്റ്ലീസ്റ്റ് മൊബൈലെങ്കിലും ഒന്ന് കയ്യിലെടുക്കണ്ടേ? ഇന്നലെ രാത്രി ഞാൻ രവിയങ്കളുടെ ഫ്ലാറ്റിലായിരുന്നു. താങ്കടന്ന് ഉറങ്ങുന്ന കണ്ടപ്പോൾ വിളിക്കേണ്ടെന്ന് വിചാരിച്ചു. ഇന്നലെ എൻ്റെ മൈൻഡ് വളരെ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. അതാ ഞാൻ അങ്ങനെ ചെയ്തത്. ശരിക്കും എന്താ ഫ്രെഡിയുടെ പ്രശ്നം? എന്നോട് പറ. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് എൻ്റെ മനസ്സിനകത്തൊരു കരടുണ്ടായിരുന്നു. ഇന്നലെ രാത്രിയോടുകൂടി അതില്ലാതായി. ഐ എം സോറി. ഇനി അങ്ങനെ ഉണ്ടാവില്ല. ഞാൻ വിഷമിപ്പിക്കാൻ ചോദിച്ചല്ല. എനിക്ക് തൻ്റെ ഒരു ഹെൽപ്പ് വേണം. എന്താ? ഇതാ നീ ചോദിച്ച റെക്കോർഡ്സ്. കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നുമില്ല. കുറച്ച് പേപ്പർ ക്ലിപ്പിംഗ്സ് മാത്രമേ ഉള്ളൂ. എനിക്ക് മനസ്സിലാവാത്ത അതല്ല, ഇപ്പൊ എന്തിനാ ഇതിന്റെ പുറകെ പോകുന്നു?
തെളിവുകളില്ലാതെ ക്ലോസ് ചെയ്യപ്പെടേണ്ട ഒരു മാൻ മിസ്സിംഗ് കേസ് അല്ല ഇത്. ഇറ്റ് വാസ് എ പെർഫെക്റ്റ്ലി പ്ലാൻഡ് മർഡർ. നീ എന്താ ഈ പറഞ്ഞു വരുന്നേ? മിയ കൊല്ലപ്പെട്ടതാണെന്ന് നിനക്കെങ്ങനെ അറിയാം? ഇന്നലെ രാത്രി ആ പുസ്തകം വായിച്ച് തീർന്നത് മുതൽ എൻ്റെ മനസ്സിൽ ഒരുപാട് സംശയങ്ങളായിരുന്നു. പക്ഷെ ഇപ്പൊ മനസ്സിലായി അതൊന്നും വെറുതെ ആയിരുന്നില്ല. ആ നോവലിൽ ലൂസിയെ കൊല്ലപ്പെട്ടത് കത്തി കൊണ്ടാണ്. മിയ മിസ്സിംഗ് ആയ ദിവസം രാത്രി അവളുടെ വീട്ടിൽ നിന്നും രക്തം പുരണ്ട കത്തി കണ്ടെടുത്തതായി ഈ പത്രക്കുറിപ്പിലുണ്ട്. അപ്പോ ആ മിയയും ലൂസിയും ഒന്നാണെന്നാണോ ഈ പറഞ്ഞു വരുന്നേ? എന്തുകൊണ്ടായിക്കൂടാ? നോവലിൽ ലൂസിയയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് മറ്റാർക്കും അറിയില്ല, ജോൺ റയൻ ഒഴികെ. മിയയ്ക്കും പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് ആർക്കും അറിയില്ല, അവളെ കൊന്ന ആൾക്കൊഴികെ. നിനക്കെങ്ങനെ ഇത്ര ഉറപ്പിച്ചു പറയാൻ സാധിക്കും? ഈ പുസ്തകത്തിൽ എന്താണോ അയാൾ ഒളിപ്പിക്കാൻ ശ്രമിച്ചത് അത് ഞാൻ കണ്ടെത്തി. ഐ ഷോ യു. ദേ, നോവലിൽ പറഞ്ഞിട്ടുള്ള ലൂസിയ L12 U21 C3 I9 A1 ഇത് ടോട്ടൽ ചെയ്യുമ്പോൾ വി ഗെറ്റ് 46. അതായത് 23 + 23. പിന്നെ മിയ M13 I9 A1 ഇത് ടോട്ടൽ ചെയ്യുമ്പോൾ 23. 23 + 23 ആൻഡ് ദിസ് 23. സി, ഓൾ ദീസ് ആർ കണക്റ്റഡ്. ഈ അക്കങ്ങളിൽ അയാൾ ഒളിഞ്ഞിരിപ്പുണ്ട്. ഈ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് സൂചിപ്പിക്കുന്നത് അതാണ്. പക്ഷേ ഇതൊന്നും ഒരു തെളിവല്ലല്ലോ. ആരോ ഒരാൾ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴും കൊലയാളി സുരക്ഷിതനായി നമുക്കിടയിലുണ്ട്. ഒരിക്കലും പിടിക്കപ്പെടില്ലെന്ന് കരുതി ഒരു മറയ്ക്കപ്പുറത്ത് നിന്ന് അയാൾ നമ്മളെ നോക്കി ചിരിക്കുന്നുണ്ട്. ഐ ക്യാൻ ഫീൽ ഇറ്റ്. അങ്ങനെയാണെങ്കിൽ തന്നെ എങ്ങനെ കണ്ടുപിടിക്കും? എവിടുന്ന് നമ്മൾ തുടങ്ങും? ആരാ ഇതിന്റെയൊക്കെ പിന്നിൽ? ജോൺ റയാന്റെ മുഖംമൂടി അണിഞ്ഞ് നോഹ നമുക്കിടയിലുണ്ട്. മേ ബി അതുപോലും അയാളുടെ യഥാർത്ഥ പേരാവണമെന്നില്ല. യെസ്, ചിലപ്പോ ഇത് അയാളുടെ പെന്നേമായിരിക്കും. എനിക്കൊരാളെ ഡൗട്ടുണ്ട്. കുറച്ചു കാലം ഈ കേസിന്റെ പേരിൽ വിചാരണയ്ക്ക് വിധിക്കപ്പെട്ടയാൾ. അയാളെപ്പറ്റി പിന്നെ അധികം ആരും അങ്ങനെ കേട്ടിട്ടില്ല. ടോട്ടലി ഡിസപ്പിയേർഡ്. അയാളുടെ പേര് കിരൺ. ഇപ്പൊ കാര്യങ്ങൾ കുറച്ചുകൂടെ വ്യക്തമാണ്. അയാളെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ടായിരിക്കാം ജോൺ റയാനെ തേടി പോലീസ് വരുന്നതായി അയാൾ എഴുതിയത്. അവൻ ഇങ്ങനൊരു നോവൽ എഴുതി ആരെയോ വെല്ലുവിളിക്കുകയാണ്. നിനക്ക് അവൻ്റെ അഡ്രസ്സ് ഒന്ന് എടുത്തുതരാൻ പറ്റുമോ? ഞാൻ നോക്കട്ടെ. ഐ നീഡ് ടു ഫൈൻഡ് ഹിം. എന്തിനു വേണ്ടിയാണ് ഞാൻ ഇതിനിറങ്ങി തിരിച്ചത്? ആരാണ് ഈ നോഹ? ഒന്നുറപ്പാണ്, അയാൾക്ക് എന്നോട് എന്തോ പറയാനുണ്ട്. എൻ്റെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയുമായി അയാൾ കാത്തിരിക്കുന്നുണ്ടാവും. അതൊക്കെ നടന്നിട്ട് ഒരുപാട് വർഷമായില്ലേ? ആ കേസ് ഫയൽ പോലീസ് എന്നേ ക്ലോസ് ചെയ്തു. വീണ്ടും അതൊക്കെ ചോദിക്കാൻ നീ ആരാ? ഞാൻ ആരെങ്കിലും ആവട്ടെ, പക്ഷേ എനിക്ക് വേണ്ട ഉത്തരം കിട്ടാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. അല്ലേലും ഇവിടുന്ന് മര്യാദയ്ക്ക് നീ പോവില്ല. എനിക്ക് വേണ്ട ഉത്തരം നീ പറയും. ഉത്തരം എന്നാ പറയിപ്പിക്കണ? ഉത്തരം പറയിപ്പിക്കണ. എനിക്ക് വേണ്ടത് ഒരൊറ്റ ഉത്തരവാണ്. നീയല്ലേ ഈ നോഹ?
നോഹ മെനക്കെടുത്തത് പോടാ. ഇത്രയും പേരെ തല്ലി തോൽപ്പിക്കാൻ എനിക്ക് പറ്റില്ല. പക്ഷെ ആദ്യം എൻ്റെ ദേഹത്ത് തൊടുന്നവൻ്റെ തല ഞാൻ എടാ നിനക്ക് എന്താ വേണ്ടത്? ഇതിന്റെ പേര് ആദ്യം പോലീസിൽ കൊണ്ടുപോയി തല്ലി, എല്ലാം കഴിഞ്ഞ് വിട്ടപ്പോ ദേ പിന്നെ വന്നിരിക്കുന്ന ഒരുത്തൻ. ഞാൻ നിന്നെ തല്ലാനൊന്നും വന്നതല്ല. എനിക്കറിയേണ്ടത് ഒരേ ഒരു കാര്യമാണ്. നീയല്ലേ ഈ ബുക്ക് എഴുതിയത്? ബുക്കോ? ഏത് ബുക്ക്? ഇത് ഞാനൊന്നല്ല എഴുതിയത്. അന്ന് അവളുടെ വീട്ടിലൊരു ബുക്ക് ചോദിക്കാൻ പോയതുകൊണ്ടാ ഇന്ന് ഈ അവസ്ഥയിലായത്. നിനക്ക് അവളെ എങ്ങനെ അറിയാം? നിങ്ങൾ ഒരേ ഡിപ്പാർട്ട്മെന്റിലായിരുന്നോ? അതെ, കൊമേഴ്സ്. പക്ഷെ അവളന്ന് PG ചെയ്യുമായിരുന്നു, കൂടാതെ എൻ്റെ നൈബറും. അന്ന് രാത്രി അവളുടെ വീട്ടിൽ പോയിരുന്നു എന്നത് സത്യമാണ്. പക്ഷെ ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അവിടെ മൊത്തം ബ്ലഡായിരുന്നു, പിന്നെ ഒരു കത്തി. ആ നേരത്തെ അവളുടെ തന്ത കയറി വന്നത്. അപ്പോൾ ആ കേസിലെ പ്രതി ഞാനായി. അപ്പോൾ നിനക്ക് ഈ പുസ്തകത്തെക്കുറിച്ച് ഒന്നും അറിയില്ല? ഇല്ല. നിങ്ങൾ ഏത് കോളേജിലാണ് പഠിച്ചത്? സെന്റ് അൽഫോൺസ്. ഹലോ ആൻഡ്, നീ എത്രയും പെട്ടെന്ന് സെയിൻറ്റ് അൽഫോൺസ് കോളേജിലേക്ക് വാ. ഒരു അത്യാവശ്യമുണ്ട്. ഓക്കെ. എന്തിനാ എന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചേ? ഇത് മിയ പഠിച്ചിരുന്ന കോളേജാ. എനിക്ക് ഇവിടുത്തെ പ്രിൻസിപ്പളിനൊന്ന് കാണണം. അവളെ പറ്റി കൂടുതൽ എന്തെങ്കിലും അറിയാൻ പറ്റുമെന്ന് നോക്കാം. ഫ്രെഡി എന്താ പോലീസിന് ജോലി ഏറ്റെടുക്കാൻ പോവാണോ? ആണെങ്കിൽ പക്ഷെ സഹായിക്കാൻ എപ്പോഴും ഞാൻ വേണം. കിരണിനെ കണ്ടുപിടിച്ചോ? അവനാണോ നോഹ? ഏയ്, അവനല്ല. അവൻ കള്ളം പറഞ്ഞാണെങ്കിലോ? അവൻ പറഞ്ഞത് കേട്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നിയില്ല. അല്ലെങ്കിലും ഇവിടുന്ന് ഇപ്പൊ എന്ത് കിട്ടാനാ? സംഭവം നടന്നിട്ട് വർഷങ്ങളായില്ലേ. ഇവിടെ ഇപ്പൊ ആരോടാ ചോദിക്കാ? ചേട്ടാ, എന്താ? അതെ, ഞങ്ങൾക്ക് ഇവിടുത്തെ പ്രിൻസിപ്പളിനെ ഒന്ന് കാണണം. ഞങ്ങൾ ചാനലിൽ നിന്നാ വരുന്നേ. പുള്ളിയുടെ ഓഫീസ് എവിടെയാ? ഇവിടെ ഇല്ല. എന്താ കാര്യം? കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ പഠിച്ചിരുന്ന ഒരു പെൺകുട്ടി മിസ്സിംഗ് ആയില്ലേ, മിയ ഫെർണാണ്ടസ്. അവളെ പറ്റി ഞങ്ങളൊരു ഫീച്ചർ ചെയ്യുന്നുണ്ട്. അത് കിട്ടാൻ കുറച്ച് പാടാ. ആ സമയത്ത് പഠിപ്പിച്ച ആരും ഇപ്പൊ ഇവിടെ ഇല്ല. ടീച്ചേഴ്സും സ്റ്റാഫും ഒക്കെ അധികം ഇവിടെ നിൽക്കാറില്ല. ഇപ്പോഴുള്ള പ്രിൻസിപ്പൽ സാറില്ലേ, ഈ വർഷം രണ്ടാമത്തെയാ. അല്ല, ഈ കോമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് എവിടെയാ? ഇതിലൂടെ നേരെ നടന്നാൽ മതി. ആ വലത് വശത്ത് കാണുന്നതാ. താങ്ക് യു.